ഹായ്, എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടൊരു ദോശയാണ്. പ്രായമായവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കും ഹൃദയപ്രശ്നമുള്ളവർക്കും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് കഴിക്കാം. പിന്നെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻറ്റും നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഓട്സിൽ. പിന്നെ എന്നും പാലിൽ ഓട്സ് കുറുക്കി കഴിച്ചാൽ മടുക്കില്ലേ? അപ്പോൾ ഇതുപോലൊരു വെറൈറ്റീസ് ട്രൈ ചെയ്യൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുകയും കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ വീഡിയോ കാണാനും സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ഓട്സ് പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്, 1/4 കപ്പ് റവ, 1/4 കപ്പ് ഗോതമ്പ് പൊടി. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഓട്സ് മിക്സിയിൽ പൊടിച്ചതാണേ. പിന്നെ അതുപോലെ തന്നെ റവ എടുത്തിരിക്കുന്നത് വറുത്ത റവയൊന്നുമല്ല. ഇപ്പോൾ ആവശ്യാനുസരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതുപോലെ തന്നെ വെള്ളം പക്ഷേ കൂടി പോകാനും പാടില്ല. ഇതിലേക്ക് ഞാനൊരു പകുതി സവോള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കുത്തി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ വെള്ളം കൂടിപ്പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ വേവാണ്ട് കിടക്കും, ഒത്തിരി സമയം എടുക്കും അല്ലെങ്കിൽ വേവാനായിട്ട്. പിന്നെ ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്, അതും ഇതുപോലെ തന്നെ നന്നായിട്ട് കുത്തി അരിഞ്ഞ് കൊടുക്കുക. ഒരു പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില, അതും ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുക. ഉപ്പ് ആവശ്യാനുസരണം ചേർക്കുക. പിന്നെ ഒരു നുള്ള് ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകമാണേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് സമയം ഇരുന്നത് കൊണ്ട് തന്നെ ഇതിലെ വെള്ളം കുറച്ചിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ലൂസാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാനിവിടെ 1/2 ലിറ്ററോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പരത്തേണ്ട ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ്, അത് കറക്റ്റായിരിക്കണം. വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ദോശമാവ് പോലെ തന്നെ ഇരിക്കുകയുള്ളൂ, ഇതുപോലെ ഓട്ടയൊന്നും വരില്ല. പിന്നെ ഇതൊരു 1-2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലിരിക്കുന്നത് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് വേണം മൂടി വെച്ച് വേവിക്കാനായിട്ട്. എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് വീണ്ടും തിരിച്ച് ഹൈ ഫ്ലെയിമിലോട്ടാക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലോട്ടാക്കാം. എന്നിട്ട് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തൊട്ട് നോക്കുക. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ വെന്ത സമയം മുതൽ എടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മൊരിഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക. പിന്നെ ഓരോ പ്രാവശ്യം ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൻ ഒന്ന് ക്ലീൻ ചെയ്യണം, തുണിയോ ടിഷ്യൂ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയെല്ലാം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ദോശ ഉണ്ടാക്കുന്ന സമയത്തും വീണ്ടും അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കറക്റ്റ് ഈ ഒരു ലെവലിൽ കിട്ടത്തില്ല. ഇപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കും അങ്ങനെ ഓട്സ് ഇങ്ങനെ കുറുക്കി കഴിക്കുന്നതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊടുത്തു നോക്കുക, അത് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇത് സാമ്പാറോ ചമ്മന്തിയോ കൂട്ടി കഴിക്കാവുന്നതാണ്, വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.